ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ ടിജു. നടന്മാരായ ദുൽഖർ, പൃഥ്വിരാജ്, അമിത് ചക്കാലിക്കൽ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടന്നത്. ദുൽഖറിൻ്റെ വീട്ടിൽ നിന്ന് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഭൂട്ടാനിൽ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ നികുതി കുറവാണ്. അതുകൊണ്ടാണ് അവിടെ കേന്ദ്രീകരിച്ച് ഈ മാഫിയ പ്രവർത്തിക്കുന്നത്. പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം നടത്തിയെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സഹകരണത്തോടെയായിരുന്നു റെയ്ഡ്. പരിശോധനയിൽ ഡീലർമാരുടെ GST വെട്ടിപ്പും കണ്ടെത്തി. ഭീകരവാദ ഫണ്ടിങ്ങുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നടന്മാർക്ക് സമൻസ് നൽകുമെന്നും ടിജു കൊച്ചിയിൽ പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പേരിലാണ്, അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കന്നാർ ചേർന്നു. ജിജീഷ്, വളരെ ഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നടന്മാരാണ് ഭൂട്ടാനിൽ നിന്നുള്ള മുന്തിയ ഇനം കാറുകൾ അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായി ഉള്ള ചില കള്ളത്തരങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമല്ല അതിനെ കാണേണ്ടത്. അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസറും പറയുന്നത് അത് തന്നെയാണല്ലോ. ദുൽഖറിൻ്റെ വീട്ടിൽ നിന്നും 2 വാഹനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് നടന്മാരായ മറ്റ് മലയാളി നടന്മാരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിലാണല്ലോ. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, ഇപ്പോൾ കസ്റ്റംസ് കമ്മീഷണറാണ്, പ്രിവൻറ്റീവ് കമ്മീഷണറാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം നിർണായകമായ ചില വിവരങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. പ്രത്യേകിച്ച് വലിയ ഒരു നികുതി വെട്ടിപ്പിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് പുറത്തേക്ക് വരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു പരിശോധനകൾ നടന്നു. കേരളത്തിലുള്ള പരിശോധനകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. 30ഓളം കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടന്നു. അതിൽ നിരവധി വാഹനങ്ങൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. നികുതി വെട്ടിച്ചു കൊണ്ടുവന്നു എന്നതിന് അപ്പുറം അതിൽ ചില രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൂടി സംശയിക്കണം എന്ന് തന്നെയാണ് കസ്റ്റംസ് ചീഫ് കമ്മീഷണർ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ കൊണ്ടുവരുന്നത് സ്വർണം കടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പണം ഇങ്ങോട്ടുമായി കൈമാറിയിട്ടുണ്ട്, ലഹരിക്കടത്തുണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലഹരിക്കടത്തിനടക്കം അല്ലെങ്കിൽ അതിലൂടെ സംഭരിക്കുന്ന പണം രാജ്യവിരുദ്ധ നീക്കങ്ങൾക്കും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും എല്ലാം മാറ്റിയിട്ടുണ്ട് എന്ന സംശയത്തിലാണ് അന്വേഷണം കൃത്യമായി തന്നെ കസ്റ്റംസ് വിഭാഗം ആരംഭിച്ചത്. നേരത്തെ IB റിപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് നടക്കുന്നത് എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. 6 മാസമായി ഇതിന് പിന്നാലെയായിരുന്നു കസ്റ്റംസ് സംഘം. പ്രാഥമികമായ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇവിടെ എത്തിക്കുന്നുണ്ട്. അത് ഭൂട്ടാൻ സൈന്യത്തിൻ്റെ അടക്കമുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കൊണ്ടുവരുന്നത്. അത് റോഡ് മാർഗം അടക്കമാണ് ഈ വാഹനങ്ങൾ കൊണ്ടുവരുന്നത്. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ടൂറിസ്റ്റുകൾക്ക് അവരുടെ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് വരാനുള്ള അനുമതിയുണ്ട് ഭൂട്ടാനിൽ നിന്ന്. ആ അനുമതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കൊണ്ടുവരേണ്ട വാഹനങ്ങൾ ഇവിടെ എത്തിക്കുന്നു. അതിനുശേഷം അതിവിടെ നിർത്തിയതിന് ശേഷം തിരികെ പോകുന്നു. അങ്ങനെ ആ വാഹനം കൃത്യമായി ഇവിടെ എത്തിക്കുന്നു. അതിന് വലിയൊരു കമ്മീഷൻ ഈ ഒരു ടൂറിസ്റ്റുകൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. 36 വണ്ടികളാണ് പിടിച്ചെടുത്തത് എന്നാണ് അന്വേഷണ സംഘം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് കാർ TR വഴിയല്ലാതെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നിയമമില്ല. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് കാറും ഇന്ത്യയിൽ വിൽക്കാനുള്ള അനുമതി രാജ്യം നൽകുന്നില്ല. അവിടെയാണ് ഈ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട്, അത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഇന്ത്യൻ എംബസിയുടെയും അമേരിക്കൻ എംബസിയുടെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ പോലും വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന വലിയ ഒരു തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് ഇത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യമാണ് കസ്റ്റംസ് കമ്മീഷണർ, പ്രിവൻറ്റീവ് കമ്മീഷണർ വ്യക്തമാക്കി.
ലഭ്യമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ കറൻസിയും ഫോറിൻ കറൻസിയും എല്ലാം നേപ്പാളിലേക്ക് അടക്കം കൊണ്ടുപോയിട്ടുണ്ട്, പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടെയ്നറിലും ടൂറിസ്റ്റുകളുടെ മറവിലുമാണ് ഇത്തരത്തിൽ കാറ് കടത്തിയിരിക്കുന്നത്, നികുതി വെട്ടിച്ച് കാറ് കടത്തിയിരിക്കുന്നത്. നേരത്തെ പുറത്തു വന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് 4.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപയ്ക്ക് അവിടെ ലേലത്തിൽ പിടിക്കുന്ന കാറുകൾ പിന്നീട് 45-50 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോഴും 30 ലക്ഷം 40 ലക്ഷം രൂപയോളം ഇത് വാങ്ങുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണോ ഇതിന്റെ ഭാഗമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ഈ നികുതി അടക്കാത്ത വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമ്പോൾ മറ്റൊന്നും നോക്കാതെ വാങ്ങിയ ആളുകളാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള കള്ളക്കളികളെല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ കാറ് വാങ്ങിയ ആളുകളാണോ ഈ ദുൽഖർ സൽമാനും ഒപ്പം തന്നെ പൃഥ്വിരാജുമെല്ലാം എന്ന കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കൃത്യമായി പറയാൻ കഴിയുള്ളൂ. ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലും കടക്കുമെന്നൊരു സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത്. കാരണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമായി വരും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്, നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ ഈ ആളുകളുടെ പങ്കാളിത്തം, അത് ദുൽഖർ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഈ കാർ കടത്തിക്കൊണ്ടുവന്ന മറ്റാളുകളാണെങ്കിലും തന്നെ അവർക്ക് നേരിട്ട് ഇതിൽ പങ്കാളിത്തം ഉണ്ടെങ്കിലായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. നിയമവിരുദ്ധ ഇടപാടുകളിലൂടെയാണ് വാഹനം വാങ്ങിയിരിക്കുന്നത് എന്ന കാര്യം കൃത്യമായി വ്യക്തമായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഭൂട്ടാനിൽ വാഹനക്കടത്ത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടിജു വ്യക്തമാക്കുന്നു. നടന്മാരായ ദുൽഖർ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് ഇന്ന് പരിശോധന നടന്നത്. ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഭൂട്ടാനിൽ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ നികുതി കുറവാണ്, അതുകൊണ്ടാണ് അവിടെ കേന്ദ്രീകരിച്ച് ഈ മാഫിയ പ്രവർത്തിക്കുന്നത്. ഭാരതത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം നടത്തിയെന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു റെയ്ഡ്. വാഹനക്കടത്തിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും കസ്റ്റംസ് പരിശോധിച്ച് വരികയാണ്. നടന്മാർക്ക് ഈ കേസിൽ സമൻസ് നൽകുമെന്നും ടിജു അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.